കാണാൻ പോകുന്നത് 2023 റിലീസായിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം ഇൻഡിഗോ. മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു വലിയ ബംഗ്ലാവ് കാണിക്കുകയാണ്. ആ ബംഗ്ലാവിലേക്ക് സെക്കാർ എന്ന് പറയുന്ന ഒരു മന്ത്രവാദിനി വരികയാണ്. അവരെ നമ്മുടെ കഥയിലെ ഹീറോയിൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. നിങ്ങൾ എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത്, എന്താ പ്രശ്നമെന്ന് സെക്കാർ ചോദിക്കുകയാണ്. ഞങ്ങളുടെ മകൾക്ക് കുറച്ച് നാളായിട്ട് തീരെ സുഖമില്ല, അവൾക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ പോകാത്ത ഹോസ്പിറ്റലുകളില്ല, പക്ഷേ അവൾക്ക് എന്താ പ്രോബ്ലം എന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിയണില്ല. പിന്നെ ഹീറോയിന് ഒരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ടെന്നും അവളുടെ പേര് വിഡൂരി എന്നാണെന്നും അവൾ പ്രഗ്നൻ്റ് ആണെന്നും എപ്പോഴും ഹീറോയിൻ ആ ഫ്രണ്ടുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹീറോയിൻ്റെ അച്ഛനും അമ്മയും സെക്കാറിനോട് പറയാണ്. ഇതേ സമയത്ത് ഹീറോയിൻ ആരെയോ തിരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. അച്ഛൻ അവളെ വിളിച്ചിട്ട് സോറ ഇവിടെ വാ, അച്ഛൻ്റെ ഫ്രണ്ട് വന്നു എന്ന് പറയാണ്. അവളും വന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുകയാണ്. നീ ആരോടൊപ്പമാണ് കളിക്കണതെന്ന് സെക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് വിഡോരിയുടെ കൂടെയാണ് കളിക്കണതെന്ന് ഹീറോയിനും പറയാണ്. ഞാനും നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂടട്ടെ എന്ന് സെക്കാർ ചോദിക്കുകയാണ്. അത് പറ്റില്ല, നിങ്ങൾക്ക് അവളെ കാണാൻ കഴിയില്ല എന്ന് ഹീറോയിനും പറയാണ്. അതൊക്കെ എന്നെ കൊണ്ട് പറ്റും, നീ പോയി കളിക്കാൻ പറഞ്ഞിട്ട് സെക്കാർ പാരൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കണ പോലെ അവൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല, അവളൊരു ഇൻഡിഗോ ആണ്. അതായത് ഹീറോയിൻ ജനിച്ചപ്പോൾ തന്നെ ഒരു ശക്തിയോടെയാണ് ജനിച്ചിരിക്കുന്നത്. അവൾക്ക് ഗോസ്റ്റിനെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും ഉള്ള കഴിവുകളുണ്ട്. ഇപ്പോൾ അവൾ ആരോടൊപ്പമാണ് സംസാരിക്കണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് സെക്കാർ ഹീറോയിൻ്റെ കൂടെ തന്നെ നടക്കുകയാണ്. വിഡോരിയുടെ സൗണ്ട് ഇവിടുന്ന് തന്നെയാണ് കേൾക്കണത്, പക്ഷേ അവൾ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ കഴിയണില്ല എന്ന് ഹീറോയിൻ പറയാണ്. ഇതേ സമയത്ത് തന്നെ മുകളിലൂടെ ആരോ ഓടുന്ന സൗണ്ട് കേട്ടിട്ട് അവർ മുകളിലേക്ക് പോവാണ്. അവിടെയുള്ള റൂമിൽ അവൾ ഉണ്ടെന്ന് ഹീറോയിനും പറയാണ്. അപ്പോൾ ശരി, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ നിന്റെ ഫ്രണ്ടിനെ പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ അവിടെ നിർത്തിയിട്ട് സെക്കാർ മാത്രം അകത്തേക്ക് പോവാണ്. അവിടെ ഹീറോയിൻ കണ്ട വിഡോരിയുടെ രൂപം അവൾ വരച്ചു വെച്ചിരിക്കുന്നതായിട്ടും കാണുകയാണ്. ഇതേ സമയത്ത് ഹീറോയിൻ നിന്നിരുന്നതിന് പിന്നിലുള്ള വാതില് ഓപ്പണായി എന്തോ വന്ന് അവളെ അകത്തേക്ക് വലിച്ചുകൊണ്ട് പോവാണ്. ഡോറും ക്ലോസ് ആവുകയാണ്. ഹീറോയിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് കതക് തുറന്നിട്ട് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഗോസ്റ്റ് ഹീറോയിൻ്റെ വയറ്റിലായിട്ട് ഒരു മുറിവുണ്ടാക്കിയിരിക്കുന്നതായിട്ടും കാണുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇതിനർത്ഥമെന്ന് അവരും ചോദിക്കുകയാണ്. ആ ഗോസ്റ്റ് അവളുടെ ശരീരത്തിൽ കയറാൻ ശ്രമിക്കണതാണെന്ന് സെക്കാറും പറയാണ്. ഞങ്ങളുടെ മകളെ രക്ഷിക്കണം, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ മകൾക്കുള്ള എല്ലാ ശക്തികളും തിരിച്ചെടുക്കണം. ഇതുവരെയുള്ള അവളുടെ ഓർമ്മകളെല്ലാം തന്നെ മായ്ച്ചു കളയാനായിട്ട് സെക്കാറിനോട് അവർ പറയാണ്. സെക്കാറും അതിന് സമ്മതിച്ച് അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാണ്. അവിടെ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി കാണിക്കുകയാണ്. ആ കമ്പനിയിലാണ് നമ്മുടെ കഥയിലെ ഹീറോ ജോലി ചെയ്യണത്. കമ്പനിയിലുള്ള ആളുകൾ പുതിയതായിട്ട് ഒരു ബിൽഡിങ് പണിയാൻ പോവാണ്. അതിലൂടെ കുറേ പ്രോഫിറ്റും കിട്ടാൻ പോവാണ്. പക്ഷേ ആ ബിൽഡിങ് പണിയണമെങ്കിൽ കുറച്ച് നിയമവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഹീറോയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഹീറോയിൻ്റെ അടുത്ത് നിന്ന് ഹീറോയ്ക്ക് തുടരെ കോളും വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഹീറോയിൻ്റെ ആർട്ട് ഗാലറിയാണ് കാണിക്കുന്നത്. ഹീറോയിൻ ചെയ്ത ഡ്രോയിങ്സ് ഒക്കെ അവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു പ്രതിമ ഇരിക്കുന്നത് കണ്ടിട്ട് ആർട്ട് ഗാലറിയിലേക്ക് വന്ന ഒരു കപ്പിള് ഈ പ്രതിമയെ പറ്റി എനിക്കറിയാം, ഒരു ജാപ്പനീസ് പെണ്ണിൻ്റെ രക്തമാണ് ഇതിൻ്റെ ചുണ്ടിലുള്ളതെന്നും രാത്രി ടൈമിൽ ആരുമില്ലാത്ത നേരത്ത് ഈ പ്രതിമയ്ക്ക് ജീവൻ വെച്ചിട്ട് അത് നൃത്തം ചെയ്യാൻ തുടങ്ങും എന്നവർ പറയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെയാണുള്ളത്, ഇതുവരെയും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് ഹീറോയിനും പറയാണ്. ഇതേ സമയത്ത് തന്നെ അവിടേക്ക് ഹീറോ വരികയാണ്. അവളെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഓഫീസിലായിരുന്നു, അതാ നിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തതെന്നും പറയാണ്. നീ എത്ര നാൾ ഇനി ആ ഓഫീസിൽ തന്നെ ജോലി ചെയ്യും, നിന്റെ ബോസ് വളരെ മോശപ്പെട്ട ഒരാളാണ്, നീ പ്രമോഷൻ കിട്ടുന്ന വിചാരിച്ചിരുന്നോ, അതവൻ നിനക്ക് തരാൻ പോകുന്നില്ല, നീ വളരെ ഇൻ്റലിജൻ്റ് ആണ്, നിന്നെ തേടിയിട്ട് കുറേ കമ്പനിയിൽ നിന്ന് ഓഫേഴ്സും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നീ ഈ ജോലി റിസൈൻ ചെയ്തിട്ട് വേറെ ജോലി നോക്കാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഹീറോയിൻ്റെ സിസ്റ്റർ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അവൾക്ക് കോള് വരികയാണ്. ഹീറോയിൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ അവളോട് നിങ്ങളുടെ അനിയത്തി സ്കൂളിൽ വന്നിട്ട് 4 ദിവസമായി, അതുമല്ല അവൾ മര്യാദയ്ക്ക് പഠിക്കണമില്ല, ആരോടും സംസാരിക്കണമില്ല. അതിനെപ്പറ്റി അവളോട് ചോദിച്ചപ്പോൾ നൈറ്റ് ടൈമിൽ അവളുടെ റൂമിൽ ആരോ ഉള്ളതുപോലെ അവൾക്ക് തോന്നുന്നു എന്ന് പറയാണ്. അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് അറിയാനായിട്ട് ഞങ്ങൾ അവളെ മെഡിക്കൽ റൂമിൽ കൊണ്ടു കിടത്തിയിരുന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ട് ടൂറ് പോകാൻ ഒരുങ്ങുന്ന ബസ് നിർത്തിയിട്ട്
ആരും പോകരുത്, ഈ ടൂർ നിർത്താനായിട്ട് പറഞ്ഞിട്ട് അവൾ ബഹളം വെച്ചു. ഞങ്ങളെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് അവർ പറയാണ്. ഇതുപോലെ ഇനി നടക്കില്ല, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അനിയത്തിയും കൂട്ടിക്കൊണ്ട് ഹീറോയിൻ അവിടെ നിന്നും പോവാണ്. വീട്ടിൽ വന്നിട്ട് അനിയത്തിക്ക് ടാബ്ലറ്റ് കൊടുക്കുകയാണ്. പക്ഷെ അവൾ അത് കഴിക്കാതെ ഇരിക്കുകയാണ്. എന്താ അതിൻ്റെ പ്രശ്നം അത് പറയാനായിട്ട് ഹീറോയിൻ ആവശ്യപ്പെടുകയാണ്. എനിക്ക് നൈറ്റിൽ ഉറങ്ങാൻ കഴിയണില്ല, ജനലിനടുത്ത് ആരോ നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാണ്. പക്ഷേ ആ രൂപത്തെ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയണില്ല. എനിക്ക് അമാനുഷികമായ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നെ ആരോ വിളിക്കുന്നത് പോലെ എനിക്ക് കേൾക്കുകയാണ്. അതെല്ലാം നിൻ്റെ തോന്നൽ മാത്രമാണെന്ന് ഹീറോയിൻ പറയുമ്പോൾ ഇതെല്ലാം എൻ്റെ തോന്നലാണെന്നോ? അങ്ങനെയല്ല, എനിക്ക് ഇതെല്ലാം എപ്പം മുതലാണ് തുടങ്ങിയതെന്ന് നിനക്കറിയാമോ? ഒരു ദിവസം ഞാനും നീയും അച്ഛനും അമ്മയും കൂടിയിട്ട് കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് കാർ നിർത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ കാറിൽ ഒരു ലോറി ഇടിച്ചിട്ട് ആക്സിഡൻ്റായി. ആ ആക്സിഡൻറ്റിൽ നമ്മുടെ പാരൻസ് മരിച്ചുപോയി. അത് നിനക്ക് ഓർമ്മയില്ലേ? അന്നു മുതലാണ് എനിക്ക് ഈ ശക്തി കിട്ടിയത്. എനിക്ക് ആര് മരിച്ചു പോകാൻ പോകുന്നു ആ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ട്. അന്നും അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കാറ് നിർത്താൻ പറഞ്ഞത്. പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനും കഴിയണില്ല. നീ എന്നെ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. ഇന്ന് ടൂർ പോകാൻ ഒരുങ്ങിയ ബസ് ഞാൻ നിർത്താൻ പോയതിന് കാരണം ആ ബസ് ആക്സിഡൻ്റ് ആയിട്ട് 25 സ്റ്റുഡൻസ് മരിക്കാൻ പോവുകയാണെന്ന കാര്യം എനിക്ക് അറിയാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ ബസ് തടയാൻ ശ്രമിച്ചത്. ഇപ്പോഴും ഹീറോയിൻ അവൾ പറഞ്ഞതൊന്നും തന്നെ വിശ്വസിക്കാതെ നിനക്ക് അമ്മയുടെയും അച്ഛൻ്റെ ഓർമ്മകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ താമസിച്ചിരുന്ന ആ വലിയ ബംഗ്ലാവ് വിട്ടിട്ട് നമ്മൾ ഇവിടേക്ക് വന്ന് താമസിക്കുന്നത്. നീ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് ഹീറോയിൻ താഴേക്ക് വരികയാണ്. അവിടെ ഹീറോ വന്നിരിക്കുന്നത് കണ്ടിട്ട് അവനോട് സംസാരിക്കുകയാണ്. അനിയത്തിയുടെ കാര്യം നിനക്കറിയാലോ. അവളെ കുറേ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. പക്ഷേ അവളുടെ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാനും കഴിയണില്ല. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ അവൾക്ക് എന്താ പറ്റിയതെന്ന് അറിയാനായിട്ടെന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. ഹീറോയും അവൻ്റെ അറിവിൽ ഒരാളുണ്ടെന്ന് പറയാണ്. അവരെ കൊണ്ട് നിന്റെ അനിയത്തിയെ രക്ഷിക്കാൻ കഴിയുമെന്നും അവരെ കൊണ്ട് ഗോസ്റ്റിനോട് സംസാരിക്കാൻ കഴിയുമെന്നും പറയുമ്പോൾ ഹീറോയിന് ദേഷ്യം വരികയാണ്. വലിയ വലിയ ഡോക്ടേഴ്സിന് പോലും എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയണില്ല. അപ്പോഴാണ് ഒരു മന്ത്രവാദിയെ കൊണ്ടുവരുന്നത്. അതല്ലാതെ വല്ല പഠിച്ച ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനായിട്ട് ഹീറോയിൻ പറയാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടമാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻഡിഗോ ബുക്ക് വാങ്ങിയിട്ടുള്ളത്. ഇത് നീ വായിക്കാൻ പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. നൈറ്റ് ടൈമിൽ അനിയത്തി വെള്ളം കുടിക്കാനായിട്ട് കിച്ചണിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഡോറ് തനിയെ ഓപ്പൺ ആവുന്നത് കണ്ടിട്ട് അത് പതിയെ പോയി അടച്ചിട്ട് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ലിൻഡ, ഞാൻ ഇവിടെയാണുള്ളത്, എന്നെ തിരിഞ്ഞു നോക്കുക എന്ന് ഒരു സൗണ്ട് കേൾക്കുകയാണ്. അവളും ഭയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഗോസ്റ്റ് നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് അവളും ഭയന്ന് നിലവിളിക്കുകയാണ്. അനിയത്തിയുടെ സൗണ്ട് കേട്ടിട്ട് ഹീറോയിൻ ഓടി വന്ന് നോക്കുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഗോസ്റ്റ് നിൽക്കുന്നുണ്ടെന്ന് അവൾ പറയാണ്. ഹീറോയിൻ അവിടേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹീറോയിൻ അവിടെ എന്താണുള്ളതെന്ന് അറിയാനായിട്ട് അങ്ങോട്ട് പോയി നോക്കുകയാണ്. അവിടെയുള്ള തുണിയിൽ ഗോസ്റ്റിൻ്റെ രൂപം കണ്ടിട്ട് ഹീറോയിനും ഷോക്കാവുകയാണ്. അടുത്ത ദിവസം തന്നെ ഹീറോ പറഞ്ഞ മന്ത്രവാദിയെ കാണാനായിട്ട് അവർ പോവാണ്. അവർ വന്നിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് സീനിൽ ഹീറോയിൻ്റെ വീട്ടിൽ വന്നിരുന്ന സെക്കാർ എന്ന് പറഞ്ഞ ആ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് തന്നെയായിരുന്നു. അവരുടെ മകനാണ് വന്ന് ഡോർ ഓപ്പൺ ചെയ്തത്. അമ്മയെ കാണാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ അവൻ അവിടുന്ന് ദേഷ്യത്തിൽ പോവാണ്. അവിടേക്ക് ആ ലേഡിയുടെ മകള് വന്നിട്ട് എൻ്റെ അനിയൻ അങ്ങനെയാണ്, അവനിതൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ഹീറോയിന് ആ ലേഡിയെ കണ്ടതായിട്ട് ഓർമ്മയൊന്നുമില്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ അവളുടെ ഓർമ്മകളെല്ലാം ആ ലേഡി മായ്ച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയിനെ സെക്കാറിന് മനസ്സിലായെങ്കിലും അവരും അതറിയാത്തതായിട്ട് ഭാവിക്കുകയാണ്. ഹീറോയിന് ചെറുപ്പത്തിലുണ്ടായിരുന്ന അതേ ശക്തി തന്നെ ഇപ്പോൾ അവളുടെ അനിയത്തിക്കും ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം സെക്കാറിന് മനസ്സിലാവുകയാണ്. ഇത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വരമാണ്. ഈ വരം ലഭിച്ചപ്പോൾ ആദ്യമൊക്കെ ഞാനും ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഇത് ഒരു ശാപമല്ല, ഒരു വരമാണ്. ഇതുകൊണ്ട് നമുക്ക് കുറേ പേരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്ന് സെക്കാറ് പറയുമ്പോൾ ഹീറോയിന് ദേഷ്യം വരികയാണ്. അവിടെ നിന്ന് അവൾ ഇറങ്ങി പോവാണ്. ഹീറോ പുറത്തേക്ക് വന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? അവരെ കൊണ്ട് മാത്രമേ നിന്റെ അനിയത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറയാണ്. നീ പറഞ്ഞ കാരണമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അവർ പറഞ്ഞതെല്ലാം നീ കേട്ടില്ലേ? ആരെങ്കിലും വിശ്വസിക്കുമോ ഇതൊക്കെ? ഇതിവിടെ വെച്ച് നിർത്താം. ഇനി ഈ ലേഡിയെ പറ്റി എന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് അനിയത്തിയെ കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അനിയത്തി പക്ഷേ ആ മന്ത്രവാദിയെ കാണണമെന്നും എനിക്ക് വരുന്ന സ്വപ്നങ്ങളെപ്പറ്റി അവരോട് ചോദിക്കണമെന്നും പറയുമ്പോൾ അവർ പറയണതൊന്നും വിശ്വസിക്കരുത്, നിനക്ക് വരുന്ന സ്വപ്നങ്ങൾ ഒന്നും തന്നെ റിയൽ അല്ല എന്ന് പറഞ്ഞിട്ട് അനിയത്തിയെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം ഹീറോയിൻ TV കാണാനായിട്ട് ഇരിക്കുമ്പോൾ ന്യൂസിൽ അനിയത്തി ഒരു ബസ് തടയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ബസ് ആക്സിഡൻ്റ് ആയിട്ട് അതിലുണ്ടായിരുന്ന 25 പേര് മരിച്ചുപോയി എന്ന ന്യൂസ് കണ്ടിട്ട് അനിയത്തി പറഞ്ഞതുപോലെ തന്നെ നടന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഹീറോയിനും ഷോക്കായിട്ടിരിക്കുകയാണ്. അനിയത്തിയുടെ റൂമിൽ കാണിക്കുകയാണ്
അവളുടെ ജനലിനടുത്തായിട്ട് ആരോ നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് അവളും ഭയപ്പെടുകയാണ്. നിനക്ക് എന്താ വേണ്ടത് എന്ന് അവൾ ഗോസ്റ്റിനോട് ചോദിക്കുകയാണ്. എനിക്ക് നീയാണ് വേണ്ടത് എന്ന് ഗോസ്റ്റും പറയാണ്. അവള് ഭയന്നു പോയി ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഡോറാണെങ്കിൽ തുറക്കാനും കഴിയണില്ല. പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഗോസ്റ്റ് അവളുടെ ബെഡിലിരിക്കുകയാണ്. അത് പതിയെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവളും ഭയത്തിൽ നിലവിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്ന ഗോസ്റ്റിനെ അവിടെ കാണാതാവുകയാണ്. അവൾ നോക്കുമ്പോൾ ആ ഗോസ്റ്റ് താഴെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അനിയത്തിയുടെ സൗണ്ട് കേട്ടിട്ട് ഹീറോയിൻ അവിടേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ വയറ്റിൽ ചെറുപ്പത്തിൽ മുറിവുണ്ടാക്കിയ പോലെ തന്നെ അനിയത്തിയുടെ വയറ്റിലും ചെയ്തിരിക്കുന്നതായിട്ട് കാണുകയാണ്. നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടെന്ന് അനിയത്തി പറയാണ്. അവരുടെ റൂമിൻ്റെ വാതിൽ പെട്ടെന്ന് തന്നെ അടയാണ്. ഹീറോയിനും ഷോക്കാവുകയാണ്. അടുത്ത ദിവസം ഹീറോയിൻ അനിയത്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടേക്ക് സെക്കാർ വന്നിട്ട് നീ വിഡോരിയുടെ ഗോസ്റ്റുമായി സംസാരിക്കാൻ ശ്രമിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അത് എനിക്ക് മുറിവേൽപ്പിച്ചിട്ട് മാഞ്ഞുപോയി എന്ന് പറയാണ്. സെക്കാർ ഹീറോയിനോട് നിന്റെ വയറ്റിലും ഇതേപോലെ ഒരു മുറിപ്പാടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ചെറുപ്പത്തിലെ ഒരു മൃഗം നിമിത്തമാണ് ഇതുണ്ടായതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് ഹീറോയിൻ പറയാണ്. നിന്റെ അമ്മ കള്ളം പറഞ്ഞതാണ്. അത് മൃഗമൊന്നും ആയിരുന്നില്ല, അത് വിഡോരിയുടെ ഗോസ്റ്റ് തന്നെ ആയിരുന്നു എന്ന് പറയാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം നിന്റെ അനിയത്തിക്കുള്ള ഇതേ ശക്തി തന്നെ നിനക്കും ഉണ്ടായിരുന്നു. ആ ശക്തിയാൽ നീ വിഡോരിയുടെ കൂടെ സംസാരിച്ചിരുന്നു. നിന്റെ അമ്മയും അച്ഛനും എന്നെ ഈ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ആ ഗോസ്റ്റിനെ തടയാൻ ശ്രമിച്ച സമയത്ത് അത് നിന്റെ ശരീരത്തിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചിരുന്നു. ഈ സമയത്ത് നിന്റെ അച്ഛനും അമ്മയും നിന്റെ ഇൻഡിഗോ ശക്തി ഇല്ലാതാക്കാനും നിന്റെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ മായ്ച്ചു കളയാനും പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പോൾ നടന്ന ഒന്നും തന്നെ നിനക്ക് ഓർമ്മയില്ലാത്തത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട വിഡോരിക്കും ഇപ്പോൾ ഉള്ള വിഡോരിക്കും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവളുടെ ശക്തികളെല്ലാം കൂടി ആ ശക്തിയോട് ഫൈറ്റ് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വിഡോരി ഇന്ന് നിന്നെ തേടി വരും, നീ സൂക്ഷിക്കണം, ധൈര്യം കളയരുത് എന്ന് അനിയത്തിയോട് പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോവാണ്. ഹീറോയിന്റെ വീട്ടിലെ ജോലിക്കാരെല്ലാം ഈ വീട്ടിൽ ജോലി ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഹീറോ അവർക്കൊപ്പം നിൽക്കാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, അത് നിനക്കും പ്രശ്നമാവെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവനെ അവിടെ നിന്നും പറഞ്ഞു വിടാണ്. അതിനുശേഷം സെക്കാർ കൊടുത്ത മന്ത്രമാല വാതിലിൽ തൂക്കിയിട്ടിട്ട് ഹീറോയിനും അനിയത്തിയും ഉറങ്ങാനായിട്ട് പോവാണ്. ഉറങ്ങിക്കൊണ്ടിരുന്ന അനിയത്തി എന്തോ സൗണ്ട് കേട്ടിട്ട് വാതിലിനടുത്തേക്ക് പോയി നോക്കുമ്പോൾ മന്ത്രമാല പൊട്ടിക്കിടക്കുന്നതായിട്ട് കാണുകയാണ്. ആ ഗോസ്റ്റും അവളെ പിടിക്കാനായിട്ട് വരികയാണ്. അവൾ ഓടി ഹീറോയിന്റെ അടുത്തേക്ക് പോയിട്ട് ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതപ്പിനുള്ളിലായിട്ട് പോയി ഒളിച്ചിരിക്കുകയാണ്. ഹീറോയിനും ഗോസ്റ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ടോ എന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പുതപ്പിനുള്ളിലൂടെ ഗോസ്റ്റ് വന്നിട്ട് അനിയത്തിയെ അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. ഹീറോയിൻ അനിയത്തിയുടെ പിന്നാലെ ഓടി വരികയാണ്. അവൾ വന്ന് നോക്കുമ്പോൾ അനിയത്തി ഒരു കബോർഡിനുള്ളിലായിട്ട് ഒളിച്ചിരിക്കുന്നതായിട്ടും കാണുകയാണ്. ആ ഗോസ്റ്റ് അനിയത്തിയുടെ കാലിൽ ഒരു മുറിവും ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത്. ഈ വിവരം അറിഞ്ഞ സെക്കാർ അവിടേക്ക് വന്നിട്ട് ഇനി താമസിപ്പിക്കേണ്ട, അനിയത്തിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഹീറോയിൻ്റെ 3-ാം കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ എല്ലാ ശക്തികളും അവൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഹീറോയിന് അവളുടെ പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടുകയാണ്. സ്റ്റാർട്ടിംഗ് സീനിൽ സെക്കാർ ഹീറോയിൻ്റെ 3-ാം കണ്ണ് മൂടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഗോസ്റ്റ് ഹീറോയിൻ്റെ ശരീരത്തിലേക്ക് പോകാനായി ട്രൈ ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഹീറോയിന് ഓർമ്മ വരികയാണ്. ഹീറോയിന് ഇപ്പോൾ തിരിച്ചു കിട്ടിയ ശക്തി അവളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത കാരണം തന്നെ ഹീറോയിൻ 2 ദിവസം അടുപ്പിച്ച് മയങ്ങി പോവാണ്. അവൾ മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ഹീറോയും അനിയത്തിയും അവൾക്കടുത്തായി ഇരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. നീ ഉണരുമ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് സെക്കാർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ അവർ വിളിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഹീറോയിന്റെ ആർട്ട് ഗാലറിയിൽ നിന്ന് അവൾക്കൊരു കോൾ വരികയാണ്. അവളുടെ അസിസ്റ്റന്റ് ആണ് കോൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗാലറിയിലുള്ള ഒരു പെയിന്റിന് ഒരു ക്രാക്ക് വന്നിരിക്കുന്നുണ്ട്, അതൊന്ന് വന്ന് നോക്കാനായിട്ട് പറയാണ്. ഹീറോയിനും നൈറ്റിൽ അവിടേക്ക് വരികയാണ്. അവൾ അവിടെ വന്ന് നോക്കുമ്പോൾ ആ പെയിന്റിങ്ങിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു വയസ്സായ ആൾ നിൽക്കുന്നതായിട്ടും ഹീറോയിൻ കാണുകയാണ്. നിങ്ങൾ ആരാണ്? ആരുമില്ലാത്ത ഗാലറിയിൽ നിങ്ങൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചിട്ട് അവൾ അടുത്തേക്ക് പോവാണ്. ആ രൂപം അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, പക്ഷെ അവിടെയുള്ള കണ്ണാടിയിൽ അയാളുടെ രൂപം കാണാൻ കഴിയണില്ല. അതൊരു ഗോസ്റ്റ് ആയിരുന്നു. അവളുടെ 3-ാം കണ്ണ് തുറന്ന കാരണം ഹീറോയിൻ ഇപ്പോൾ ഗോസ്റ്റിനെ കാണാനൊക്കെ കഴിയാണ്. ആ ഗോസ്റ്റ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിനും അവിടെ നിന്ന് വേഗം വേറൊരു റൂമിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ആ റൂമിലാണ് ജാപ്പനീസ് പെണ്ണിന്റെ പ്രതിമയുള്ളത്. പെട്ടെന്ന് ആ കപ്പിൾസ് പറഞ്ഞ പോലെ ആ പ്രതിമയ്ക്ക് ജീവൻ വെച്ചിട്ട് അതൊരു സ്റ്റെപ്പുകൾ ഇടാൻ തുടങ്ങുകയാണ്. അത് ഹീറോയിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഹീറോയിനും പേടിച്ചിട്ട് വേറൊരു റൂമിലേക്ക് പോയി ഒളിക്കുകയാണ്. ആ റൂമിൻ്റെ കഥക് ആരോ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, ഹീറോയും അനിയത്തിയും ആയിരുന്നു. അവരവളെ സെക്കാറിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. വിഡോരിയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ മന്ത്രമാല വരെ അത് നശിപ്പിച്ചു. ഇനി അവളെ തടയണമെങ്കിൽ അവളേക്കാൾ ശക്തി നമുക്ക് വേണം.
അതിനുള്ള വഴി നമ്മൾ നോക്കണമെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് സെക്കാറിന്റെ മകളെയും ഹീറോയിന്റെ അനിയത്തിയെയാണ് കാണിക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അനിയൻ എന്താ ആരോടും സംസാരിക്കാത്തത്, അവൻ എന്താ പ്രോബ്ലം എന്ന് ഹീറോയിന്റെ അനിയത്തി ചോദിക്കുകയാണ്. ഞങ്ങളുടെ അച്ഛൻ മരിച്ചുപോയത് മുതൽ അവൻ ആരോടും ശരിക്കും സംസാരിക്കില്ല. എന്താ സംഭവിച്ചത്, അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് അനിയത്തി ചോദിക്കുമ്പോൾ സെക്കാറും ഹസ്ബൻഡും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാത്താനെ ഒഴിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സാത്താൻ സെക്കാറിന്റെ മുൻപിൽ വെച്ച് തന്നെ അവരുടെ ഹസ്ബൻഡിനെ കൊന്നുകളഞ്ഞു. അന്നു മുതലാണ് എൻ്റെ അനിയൻ ഇങ്ങനെയായത് എന്ന് പറയാണ്. സെക്കാറും ഇതേ കാര്യം ഹീറോയിനോടും ഹീറോയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് അനിയത്തി കുളിക്കാനായിട്ട് പോകുമ്പോൾ ആ ഗോസ്റ്റ് അവിടെയും വന്ന് അവളെ ഭയപ്പെടുത്തുകയാണ്. അനിയത്തിയുടെ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും ബാത്റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഗോസ്റ്റ് അനിയത്തിയുടെ കഴുത്തിൽ പിടിച്ചിട്ട് ഞെരിച്ചോണ്ട് നിൽക്കുകയാണ്. സെക്കാറ് മന്ത്രശക്തികളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഗോസ്റ്റിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. ആ ഗോസ്റ്റ് എവിടേക്കും പോയിട്ടില്ല, അത് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെക്കാറ് ആ ഗോസ്റ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗോസ്റ്റ് അവരുടെ മകളെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഒരു കമ്പിയിൽ കുത്തിയിട്ട് അവളെ കൊന്നുകളയാണ്. മകളുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം സെക്കാർ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ ഹീറോയിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ പോവാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതേ സമയത്ത് മകൻ അവരെ തടയാണ്. അച്ഛനും മരിച്ചു, ചേച്ചിയും മരിച്ചു, ഇനി ഞാൻ കൂടിയേ ഉള്ളൂ, അതുകൂടി നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് കിട്ടിയ ഈ ശക്തികളെ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയതല്ല, അതെനിക്ക് തനിയെ ലഭിച്ചതാണ്. ഞാൻ എന്തെങ്കിലും സമാധാനത്തിൽ ഉറങ്ങണത് നീ കണ്ടിട്ടുണ്ടോ? എന്നും ആരുടെയെല്ലാം ശബ്ദവും നോക്കുന്ന സ്ഥലത്തെല്ലാം ആത്മാക്കളുമാണ്. എനിക്ക് ലഭിച്ചത് ഒരു ശാപമായിരിക്കാം, പക്ഷേ ആ ശാപം മറ്റുള്ളവരെ സഹായിക്കാൻ ഉപകരിക്കുമെങ്കിൽ ആ ശാപം തന്നെ ഒരു വരമായിട്ട് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. ഹീറോയിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൾ സെക്കാറിനോട് പറയാണ്, അനിയത്തിയെ കഴുത്ത് പിടിച്ച് ഞെരിച്ച സമയത്ത് ആ ഗോസ്റ്റ് ഹീറോയിനെ നോക്കിയിരുന്നു. അപ്പോൾ ആ ഗോസ്റ്റിൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയാണ്. നീ കണ്ട കാര്യങ്ങളെല്ലാം വരച്ച് കാണിക്കാനായിട്ട് സെക്കാർ ആവശ്യപ്പെടുകയാണ്. ഹീറോയിൻ അവളുടെ കൺമുൻപിൽ കഴിഞ്ഞുപോയ കാലത്തെ കാര്യങ്ങളൊക്കെ കാണുകയാണ്. ആ കാലത്തിൽ ഹീറോയിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, എനിക്ക് ഗോസ്റ്റിനെ കാണാനുള്ള ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് ഞാനൊരു സാത്താനുമായിട്ട് ഡീൽ വെച്ചിരിക്കുകയാണ്. അത് നടക്കാനായിട്ട് ആ സാത്താൻ ഒരു പ്രഗ്നന്റ് ലേഡിയെയാണ് ചോദിക്കണത്. സ്വന്തക്കാരാരുമില്ലാത്ത ഒരു ഗർഭിണി പെണ്ണുണ്ട്, അവളെ വെച്ച് നമുക്ക് കാര്യങ്ങൾ നടത്താമെന്ന് പറയാണ്. അടുത്തതായിട്ട് ഒരു ഗ്രാമത്തിനുള്ളിലാണ് കാണിക്കണത്. അവിടെ ആ ഗർഭിണി പെണ്ണ് വിഡോരിയെ കാണിക്കുകയാണ്. ഹീറോയിന്റെ മുത്തശ്ശിയും അവിടെ മറഞ്ഞു നിന്ന് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. ഹീറോയിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഗർഭിണിയായിരുന്ന വിഡോരിയെ സാത്താന് ബലി കൊടുക്കുകയാണ്. ഈ ബലി സ്വീകരിച്ച് ഞങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സ്വത്തും തരാനായിട്ട് പറയാണ്. സാത്താൻ പറഞ്ഞ പോലെ തന്നെ ഗർഭിണി പെണ്ണിനെ ബലി കൊടുത്തതിനാൽ അവർക്ക് ആ സാത്താൻ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുകയാണ്. അവർക്കൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ആദ്യമായിട്ട് വിഡോരിയുടെ ഗോസ്റ്റിനെ മുത്തശ്ശി കാണുന്നത്. ആ ഗോസ്റ്റ് നേരെ വന്ന് തൊട്ടിലുള്ള കുഞ്ഞിനെയാണ് നോക്കുന്നത്. ഇൻഡിഗോ ശക്തിയുള്ള ആരുടെയെങ്കിലും ശരീരത്തിൽ ഈ ഗോസ്റ്റ് കയറുകയാണെങ്കിൽ ആ ശരീരം ആ ഗോസ്റ്റിന് സ്വന്തമാണ്. സാധാരണ മനുഷ്യരെ പോലെ അതിന് ജീവിക്കാനും കഴിയും. ഗോസ്റ്റ് ആ കുഞ്ഞിനെ നോക്കുമ്പോൾ ഹീറോയിന്റെ മുത്തശ്ശി പറയാണ്, നീ വിചാരിക്കണത് ഒന്നും തന്നെ നടക്കില്ല, എൻ്റെ കുഞ്ഞിന് ഇൻഡിഗോ ശക്തി ഇല്ല എന്ന് പറയാണ്. പെട്ടെന്ന് ആ ഗോസ്റ്റ് മുത്തശ്ശിയെ നോക്കുകയാണ്. എൻ്റെ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കയറാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ട് എൻ്റെ ശരീരത്തിലേക്ക് കയറാൻ ശ്രമിക്കുകയാണോ? അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്ത് അവരുടെ കഴുത്ത് തന്നെ മുറിച്ചിട്ട് അവര് മരിച്ചു പോവാണ്. അവര് മരിച്ചെങ്കിലും ഇനിയും ഇൻഡിഗോ ശക്തിയോടെ ആരെങ്കിലും ഈ കുടുംബത്തിൽ ജനിക്കും. അതിനായിട്ട് ആ ഗോസ്റ്റ് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹീറോയിൻ ആ ശക്തിയോടുകൂടി ജനിച്ചത്. അവളുടെ ശരീരത്തിലേക്ക് കയറാനും ട്രൈ ചെയ്തിരുന്നു. അപ്പോഴാണ് സെക്കാറ് ഹീറോയിന്റെ മൂന്നാം കണ്ണ് അടച്ചത്. അതുകൊണ്ട് തന്നെ ഗോസ്റ്റിന് ഹീറോയിന്റെ ശരീരത്തിൽ കയറാനും സാധിച്ചില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹീറോയിനും സെക്കാറും തിരിച്ചറിയാണ്. അടുത്തായിട്ട് ഹീറോയിൻ ഫുഡ് കഴിക്കാനിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ പുറകിലൂടെ ആരോ ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട് കാണുകയാണ്. ആരാണതെന്ന് വിചാരിച്ചിട്ട് അതിന് പിന്നിലൂടെ പോയിട്ട് നോക്കുമ്പോൾ അത് ഹീറോയുടെ മരിച്ചുപോയ അച്ഛൻ്റെ ഗോസ്റ്റ് ആയിരുന്നു. ഹീറോയിന് പേടിയുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് അവൾ ചോദിക്കുകയാണ്. എൻ്റെ കഴിഞ്ഞ കാലം കാണുകയെന്ന് പറഞ്ഞിട്ട് അയാളുടെ കണ്ണ് കാണിക്കുകയാണ്. ഹീറോയുടെ അച്ഛൻ ഹീറോയിൻ്റെ ബംഗ്ലാവിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പൗർണമി ദിവസം ഹീറോയിൻ്റെ അച്ഛൻ മാത്രം കാടിനുള്ളിലേക്ക് പോകുന്നത് കണ്ടിട്ട് അയാളെ ഫോളോ ചെയ്തിട്ട് ഹീറോയുടെ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും വിഡോരിയെ കൊന്ന് കുഴിച്ചിട്ട സ്ഥലത്ത് പോയിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ചെയ്ത പോലെ മന്ത്രങ്ങളെല്ലാം ചൊല്ലിയിട്ട് സാത്താനോട്, നീ പറഞ്ഞ പോലെ ഞങ്ങൾ നിനക്ക് ഗർഭിണി പെണ്ണിനെ ബലിയായിട്ട് തന്നു, ഇനിയും ഞങ്ങൾക്ക് സ്വത്തും പണവും വേണം, അത് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നത് ഹീറോയുടെ അച്ഛൻ കാണുകയാണ്. ഇത് കണ്ട ഹീറോയിൻ്റെ അച്ഛൻ അയാളെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ ഹീറോയിൻ വല്ലാതെ ഷോക്കാവുകയാണ്. ഹീറോയുടെ അടുത്ത് പോയിട്ട്, നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതല്ല, എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ് നിന്റെ അച്ഛൻ കണ്ടതുകൊണ്ട് നിന്റെ അച്ഛനെ എൻ്റെ അച്ഛൻ കൊന്നു കളഞ്ഞതാണെന്ന് പറയാണ്. ഇതറിഞ്ഞ ഹീറോ സങ്കടം സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
സെക്കാറ് അവിടേക്ക് വന്നിട്ട് ഹീറോയുടെ അച്ഛൻ്റെ കഴിഞ്ഞ കാലത്തിലേക്ക് നീ പോയിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നീ എന്തെങ്കിലും കണ്ടിരുന്നോ, എന്നോട് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം കണ്ടിരുന്നു, വിഡോരിനെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടു. അന്ന് നടന്ന പൂജ നടന്നത് പൗർണമി ദിവസമാണെന്ന് പറയാണ്. ഇത് മതി, മരിച്ചുപോയ വിഡോരിയുടെ ഒരു അസ്ഥി മാത്രം കിട്ടിയാൽ മതി അതിൻ്റെ കഥ കഴിക്കാൻ. എവിടെയാണ് ആ സ്ഥലമെന്ന് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ബംഗ്ലാവിന്റെ പുറകുവശത്താണ് വിഡോരിയെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന് ഹീറോയിൻ പറയാണ്. ഹീറോയിന്റെ ബംഗ്ലാവിലേക്ക് വിഡോരിയുടെ കല്ലറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. പോകുന്ന വഴിക്ക് അവന്റെ ബോസിന്റെ അടുത്ത് നിന്ന് അവന് മെസ്സേജും വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോവാണ്. കമ്പനി അതിനായിട്ട് ഒരു ഓഫീസർക്ക് കൈക്കൂലി കൊടുക്കാനായിട്ട് ഹീറോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹീറോ അവനെ കൊണ്ട് അത് പറ്റില്ല എന്നും ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മീഡിയയുടെ മുന്നിൽ പറയുന്നു പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുകയാണ്. അതിനുശേഷം ഹീറോ വിഡോരിയുടെ കല്ലറയിൽ വന്നിട്ട് അസ്ഥികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് സെക്കാറിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. അവിടെ അവരുടെ മകൻ അമ്മയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അമ്മ കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ മകന് മനസ്സിലാവുന്നത്. അമ്മ ഇനി വിഷമിക്കേണ്ട, അമ്മയ്ക്ക് ഇനി ഞാനുണ്ടെന്ന് അവൻ പറയാണ്. വിഡോരിയുടെ അസ്ഥികളുമായിട്ട് വരുന്ന ഹീറോയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. അത് ചെയ്തത് ഹീറോയുടെ ബോസ് തന്നെയായിരുന്നു. ബോസിനെ പറ്റി മീഡിയയ്ക്ക് മുൻപിൽ പറഞ്ഞതിനാലാണ് അയാൾ ഇങ്ങനെ ചെയ്തത്. അടുത്തതായി വീട്ടിലെ ഹീറോയിനും അനിയത്തിയുള്ള റൂമിലെ ലൈറ്റുകളെല്ലാം കത്തുകയും അണയുകയും ചെയ്യുകയാണ്. ആ റൂമിൻ്റെ വാതിലും പതിയെ ഓപ്പൺ ആവുകയാണ്. ഹീറോയിൻ പേടിച്ചിട്ട് കണ്ണു അടച്ച് തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഗോസ്റ്റ് ഹീറോയിൻ്റെ മുൻപിൽ വന്നിട്ട് അവളുടെ ശരീരത്തിലേക്ക് കയറുകയാണ്. ഇത്രയും നാളായിട്ട് അത് ആഗ്രഹിച്ചിരുന്ന കാര്യം അത് സാധിച്ചെടുക്കുകയാണ്. സെക്കാറിൻ്റെ മകൻ്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് വിശക്കുന്നു, ഭക്ഷണം കൊണ്ടുവരാനായിട്ട് പറയുമ്പോൾ അവനും ഫുഡ് എടുക്കാനായിട്ട് പോവാണ്. ഹീറോ കോൾ ചെയ്തിട്ട് അവൻ ആക്സിഡന്റ് ആയ കാര്യം സെക്കാറിനോട് പറയാണ്. സെക്കാർ പോയിട്ട് ഹീറോയിൻ്റെ അനിയത്തിയുടെ കയ്യിൽ കാറിൻ്റെ കീ കൊടുത്തിട്ട് വേഗം പോയിട്ട് ഹീറോയെ രക്ഷിക്കുക. അവൻ്റെ കയ്യിലാണ് വിഡോരിയുടെ അസ്ഥിയുള്ളതെന്ന് പറയുമ്പോൾ അവള് വേഗം അവിടെ നിന്ന് ഹീറോയുടെ അടുത്തേക്ക് പോവാണ്. സെക്കാറും മകനും കൂടിയിട്ട് ആ ഗോസ്റ്റിനെ അടക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയത്തി ഹീറോയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഹീറോയ്ക്ക് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. കാറിനുള്ളിൽ വിഡോരിയുടെ അസ്ഥി ഉണ്ടെന്ന് ഹീറോ അനിയത്തിയോട് പറയാണ്. ഇതേ സമയം വീട്ടില് ആ ഗോസ്റ്റ് സെക്കാറിന്റെ മകനെ കത്തിയാൽ കുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഗോസ്റ്റും മകനും കൂടി മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴാണ്. മകന് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റുകയാണ്. ഗോസ്റ്റ് പിന്നെയും അവനെ കുത്താനായിട്ട് അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സെക്കാർ വന്ന് ഗോസ്റ്റിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. ഗോസ്റ്റും തിരിച്ച് സെക്കാറിനെ ആക്രമിക്കുകയാണ്. ഇതേ സമയത്ത് അനിയത്തി വിഡോരിയുടെ അസ്ഥികളുമായിട്ട് വരികയാണ്. സെക്കാർ അത് വാങ്ങി മന്ത്രങ്ങളെല്ലാം ചൊല്ലി അവിടെയുള്ള തീയിൽ ആ അസ്ഥികളിട്ടതും ഹീറോയിൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഗോസ്റ്റ് പുറത്തേക്ക് പോവാണ്. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിട്ട് സെക്കാറിന്റെ മകൻ ഗോസ്റ്റ് പോയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് അവർ മറുപടി പറയാണ്. അടുത്തതായിട്ട് സെക്കാറും മകനും കൂടിയിട്ട് ചേച്ചിയുടെയും അച്ഛൻ്റെയും കല്ലറയിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഹീറോയുടെ ബോസ് ചെയ്ത തെറ്റുകൾക്കും ഹീറോയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയതിനുമെല്ലാം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുകയാണ്. പിന്നീട് ഹീറോയിനും കല്യാണമൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഹീറോയിൻ ഇപ്പോൾ പ്രഗ്നന്റുമാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൂടെ ആരോ പോകുന്നതായിട്ട് കണ്ടിട്ട് ഹീറോയിൻ നേരെ അനിയത്തിയുടെ റൂമിലേക്ക് പോയി നോക്കുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അനിയത്തി വല്ലാതെ ഭയന്നിരിക്കുകയാണ്. നിനക്ക് എന്താ പറ്റിയെന്ന് ഹീറോയിൻ അനിയത്തിയോട് ചോദിക്കുകയാണ്. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് അനിയത്തി പറയാണ്. അതെന്താന്ന് വെച്ചാല് വിഡോരി ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ള അവളുടെ ആഗ്രഹം ഹീറോയിന്റെ ഫാമിലി പൂജിച്ചിരുന്ന ആ സാത്താൻ സാധിച്ചു കൊടുത്തു. പക്ഷേ സത്യത്തിലെ ഒരു പദ്ധതിയോടുകൂടിയാണ് വിഡോരിയുടെ ഗോസ്റ്റിനെ ആ സാത്താൻ ഹീറോയിന്റെ ശരീരത്തിലേക്ക് കയറ്റാനായിട്ട് അനുവദിച്ചിരുന്നത്. അവളിലൂടെ ഒരു കൊടൂര സാത്താനായിട്ട് ഈ ഭൂമിയിൽ ജന്മമെടുക്കാനാണ് വിഡോരിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ സാത്താൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് എന്ന കാര്യം അനിയത്തി പറയാണ്. ഹീറോയിൻ വല്ലാതെ ഷോക്കായിട്ട് അവളുടെ റൂമിലേക്ക് പോയിട്ട് കണ്ണാടിയിലെ വയറ് നോക്കുകയാണ്. ഹീറോയിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും വിഡോരിയെ ബലി കൊടുക്കുന്ന സമയത്ത് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്താൽ സാത്താൻ്റെ കുഞ്ഞിന് ഈ ഭൂമിയിലേക്ക് ജനിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് ഒരു ഡീല് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഹീറോയിന് ഓർമ്മ വരികയാണ്. ഹീറോയിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞിൻ്റെ കൈ വന്ന് പതിയുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.